Hello guys, welcome back to my channel guys. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വന്നിട്ടുള്ളത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, സിബ്ലിങ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ യെസ് ഓർ നോ ആര് ചെയ്യുന്നു അങ്ങനെ അതെ, അങ്ങനെ ഒരു ടാസ്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന്. നമ്മൾ ഫസ്റ്റ് ട്രയലാണ്, പ്രത്യേകിച്ച് എൻ്റെ ചാനൽ ഞാനിത് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ബാ കമോൺ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനോട് കിടക്കാട്ടോ. നിർത്തി വലിപ്പിക്കുന്നില്ല, നേരെ ക്വസ്റ്റ്യനോട്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരാണെന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റീവ് തിങ്കിങ്. അത് എനിക്കറിയാം, ഞാൻ പണ്ടേ ക്രിയേറ്റീവ് ആണ് ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ ക്രിയേറ്റീവ് ആണെന്നല്ല, ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സത്യം പറഞ്ഞാൽ അത് സീസണൽ ആയിട്ടാണ്. പുള്ളിക്കാരി അല്ല എപ്പോഴും, ചില സമയത്ത് ഞാൻ ആവശ്യമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, ആവശ്യം മാത്രമല്ല അനാവശ്യം. അതെ, നമുക്കത് സീസണൽ ആയിട്ട് നമുക്കത് ചെയ്യാട്ടോ. ഈ സമയത്ത് ഇപ്പം വലിയ ഫുഡിങ് ഒന്നും ഇല്ല, മുമ്പായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നു. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ വലിച്ചു എന്തേലൊക്കെ തിന്നോണ്ടിരിക്കുന്നത് ഞാനായിരിക്കും. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. റെഡി ആവാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നത് ഞാനാണോ? ഓക്കെ, ഞാനാണെന്നാണ്. ഓക്കെ, ഞാൻ സമ്മതിക്കണം, അത്രേ ഉള്ളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനോട് കിടക്കാം. രുചികരമായി ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്? മാഡം. ഞാൻ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുന്നത്? ഞാൻ മാത്രല്ല, എന്നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് നിമ്മിയാണ്. ഓക്കെ, അതൊരു ടൈപ്പാണ്. സുന്നക്ക് ഞാനും, എനിക്ക് സുന്നയുമാണ്. സോ നമ്മളത് ആ ഒരു ഇതിലെടുക്കും. ഇനി അടുത്തത്, വീട്ടിലെ പണികൾ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ഞാനാ. അതും നമ്മളൊരു ടൈപ്പ് കേസായി. ഇവളെന്ന് പറയുന്നത് ഇവളാണെന്ന്, ഞാൻ പറയുന്നത് ഞാനാണെന്ന്. സോ അത് ആ ഒരു ഇതിലായി. ഇനി അടുത്ത ചോദ്യം, പഠിപ്പി. അതെ അതെ അതെ, സുന്നയാണ് നമ്മുടെ വീട്ടിലൊരു പഠിപ്പി. ഓക്കെ, അത് സമ്മതിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ വെറുപ്പി? അത് ഒരു സംശയം ഇല്ലാണ്ട്, ഒരു വോട്ടിങ്ങും ഇല്ലാണ്ട് നമ്മൾ ആ കിരീടം അങ്ങ് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തത്, ആരാണ് ട്രാവലർ? ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പൊ വേണോ? തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എടുക്കുവല്ല. ട്രാവലിംഗ് എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അടുത്തത്, ആരാണ് ക്ലീനിങ്ങിന്റെ കാര്യത്തിലും നീറ്റായിട്ടൊക്കെ നടക്കുന്നത് ആരാണ്? തോന്നണം, പക്ഷെ പുള്ളിക്കാർക്ക് തോന്നിയ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ എനിക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. തോന്നലേ ഇല്ല ഗൈസ് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാ, പെറ്റ്സ് ലവർ. അത് നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമാണ്. വീട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചില്ല, കുറച്ചുണ്ട്, അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ രണ്ടുപേർക്കും അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ചോദ്യം, സ്ലീപ്പ് ലവർ. ഞാനാ? ഓക്കെ, ഞാൻ നിമ്മി തന്നെ ആണ് പുള്ളിക്കാരനെ. കിടന്നാ ഉറങ്ങും, കിടക്കുന്ന ബെഡ് കണ്ടാ മതി അങ്ങ് വീഴും. ഓക്കെ, ഞാനാണ് സ്ലീപ്പ് ലവർ. താങ്ക് യു. ഓക്കെടാ. ഞാൻ അടുത്തത്, ഗാർഡനിങ്. ഇവളാണ് അഗ്രി. എനിക്കും ഇഷ്ടമാണ്, ഇല്ലെന്നല്ല, എനിക്കും ഇഷ്ടമാണ്. എന്നാലും അതിന്റെ എല്ലാ പരമായിട്ട് അറിയുന്നത് ആണെന്നാണ് പിന്നെ അറിയാം. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉമ്മയാണ് മെയിൻ ഗാർഡൻ ബെസ്റ്റ്. വഴി കൂടെ നടന്നു പോകുമ്പോ അവിടുത്തെ ചെടിയും പറിച്ചിട്ട് കൊണ്ട് നമ്മളെ വീട്ടിൽ വെക്കും. അത് എന്ത് ചെയ്യും? ഒന്നും വരത്തില്ല. ഇവിടുത്തെ മണ്ണ് കാരണം മുളക്കാത്തനൊക്കെ മുളപ്പിച്ച് വിടും. എന്നതിന് പറ്റിയ
ഏത് എന്താണ് ഞാന് താനിന്നെന്താണ് അത് ഉമ്മക്ക് ഈ ലോകത്തെ എതിരാളിയായി ഇന്ന് പോരാളിയായി മറ്റേക്കാൾ വലിയ പോരാളി. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? അതിന്റെ കിടക്കട്ടെ. അതെ അതെ, ഉമ്മയുടെ പേര് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ പറയണം. നമ്മള് ഹരം കൊള്ളണം ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഓവർ തിങ്കർ. സുന്നയാണെന്നാണ് എന്റെ ഒരു നിഗമനം. യാ സുന്ന. ഇനി അടുത്തത് പൊസസീവ്. പൊസസീവ് മാത്രമല്ല കേട്ടോ. പൊസസീവ് എന്ന് പറയുമ്പോൾ നോർമലി കപ്പിൾസിന്റെ ഇടയിൽ മാത്രമല്ല, സിസ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സിസ്റ്റേഴ്സിന്റെ ഇടയിലാണെങ്കിലും ബ്രദേഴ്സിന്റെ ഇടയിലാണെങ്കിലും അതായത് സിബ്ലിങ്സിന്റെ ഇടയിലാണെങ്കിലും സാധനം ഉണ്ട്. പൊസസീവ്, വളക്കാകൽ. എന്നെ കൂട്ടാണ്ടൊക്കെ ചെറിയ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോ ഇവരെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ നിമ്മി എന്നെ മൈൻഡ് ആക്കൂല, എന്നെയും കൂട്ടാണ്ട് കറങ്ങാനൊക്കെ പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര അല്ല ഇവളോട് ചോദിക്കി, ഇവളെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പോയ എന്തിനാ വരുന്നത് അങ്ങനെയാണ് പറയാ. അതാണ് അങ്ങനത്തെ എച്ച് സ്വഭാവമാണ്. അതങ്ങനെ ഒരു ഇത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെറ്റർ ഡ്രൈവർ. ഞാനാണ് ഗൈസ്, ഞാനാണ്. അല്ല ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. ഞാൻ അടുത്ത് ഹൂ മോർ എക്സ്പെൻസീവ്. അങ്ങനൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെറുതെ കളയും. പൈസ ഉണ്ടോ അതേപോലെ രാജാവാണ് ഞാൻ. ഇല്ലെങ്കിൽ പിച്ചക്കാരൻ. അതങ്ങനെയാണ്, അങ്ങനെയാണ് എന്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം എല്ലാവരും. ഇതിന്റെ കാര്യം ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുമ്പോ എല്ലാം അങ്ങോട്ട് പറയണല്ലോ. എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവളുടെ കാര്യം എന്താ വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിച്ചക്കാരൻ. അതാണ് ഗൈസ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിച്ചക്കാരൻ. അത് ആ ഒരു പോളിസിയാണ് ഇവിടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. ഇല്ല, എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കണ്ടോ. കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഹൂ മോർ ഡ്രാമാറ്റിക്. സംടൈംസ്, എപ്പോഴല്ല, അത് എപ്പോഴാണ് ഡ്രാമാറ്റിക് ക്വീൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മടിയെത്തി. ഇല്ല ഇതന്നെ സുന്നയാണ് അല്ല നിമ്മിയ. എന്റെ മനസ്സിൽ നിമ്മി തന്നെയായിരിക്കും. ഞാനിങ്ങനെ എപ്പോഴും എന്താണ് ജിൽജില് അധികം കുലുങ്ങണ്ട ക്യാമറ ഇളകി വരും. അത് നമ്മൾ ടൈപ്പ് ആട്ടോ. സുന്ന പറയുന്നത് ഞാനും, ഞാൻ പറയുന്നത് സുന്ന. ഓക്കെ, അടുത്ത് ഹു ഈസ് ഫണ്ണിയർ. എന്താ അങ്ങനെ ഒരു ടോക്ക്? സുന്ന ആരാണ്? എനിക്ക് ഞാനെന്നാണ് ഒരു വിശ്വാസം. എനിക്ക് ഞാനും. ഓക്കെ, അപ്പൊ നമ്മളെ തന്നെ തള്ളി അങ്ങ് മറിച്ച്. അതങ്ങനെയായി. ഇനി അടുത്തത് ഏതാണ്? ഹൂ കംപ്ലൈൻസ് മോർ. എന്ത് കിട്ടിയാലും കംപ്ലൈൻസ് ആയിരിക്കും. അതൊക്കെ ഞാൻ എന്ത് കിട്ടിയാലും മിണ്ടാണ്ടിരുന്നു. അല്ല അതന്നെ, അടി കിട്ടിയാലും അവിടെ ഇരിക്കും മൂലക്ക്. പിന്നെ അതിൽ കൊണ്ടെങ്കിൽ എന്തൊന്നും കംപ്ലൈന്റ് കൊടുക്കാന്. ഇനി അടുത്തത് ഹൂസ് മോർ കെയറിങ്. അറിയാതെ കിട്ടിയ പട്ടം അതിന്റെ സന്തോഷം. അടുത്തത് ഹൂ ക്രൈസ് മോർ. ഞാൻ തന്നെ. ഇതിന്റെ കാര്യം പറയുമ്പോ അത് എനിക്ക് എന്തായാലും പറയേണ്ടി വരും. കരച്ചിലിന്റെ കാര്യം പറയുമ്പോ എന്തായാലും എനിക്ക് പറയേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പ്രത്യേകത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതൊരു ചിലപ്പോ ഈ ഭൂമുഖത്ത് അങ്ങനത്തെ കുറച്ച് പേരായിരിക്കും ഭയങ്കര. അവർക്കറിയാം കുറെ പേരില്ലേ ഗൈസ്. പറയട്ടെ, കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാല് കരയും, എന്തെങ്കിലും ഒന്ന് സങ്കടപ്പെട്ട്, ചിലപ്പോ ഒരു ആട് ചത്തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും സില്ലി ആയിട്ടുള്ളൊരു കാര്യം, അത് നമുക്ക് സങ്കടം വരുന്ന കാര്യമായിരിക്കെ, കരയും. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ആ കരച്ചില് കണ്ണിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ ചിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും കരയും, പിന്നെയും ചിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. കാരണം നമുക്ക് അറിയണമല്ലോ, നമ്മളെ ഈ ദുനിയാവിൽ അങ്ങനെ വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ഒരു റെയറസ്റ്റ് ബിഹേവിയർ ഉള്ള ഒരു കുട്ടിയാണ് ഗൈസ്. അപ്പൊ അടുത്ത ചോദ്യം, ഹൂസ് മോർ റെസ്പോൺസിബിൾ. കാരണം ഞാൻ മൂത്ത കുട്ടിയാണല്ലോ, സോ അതൊക്കെ എനിക്ക് ഹാൻഡുണ്ട്. അടുത്തത്
ഹൂ ഗെറ്റ്സ് ഇൻ മോർ ട്രബിൾ? അതെ, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതുകൊണ്ട് എല്ലാ വയ്യാവേലികളും ഇങ്ങനെ പോയി തലവെക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ ഹോബി. എന്താന്ന് അറിഞ്ഞൂടാ, അതൊക്കെ സുന്നനെ കണ്ടുപിടിക്കണം, ഒരു പ്രശ്നമില്ല. ന്യൂട്രലായിട്ട് പോകുന്നു, ഇതങ്ങനല്ല, ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ അതേ വഴി കൂടെ പോകും. ഞാൻ അങ്ങനല്ല, എവിടെ പ്രശ്നമുണ്ടോ അവിടെ കൊണ്ട് തലവെക്കാം. അതാണ് അടുത്തത്. ഏത് ഹു ഈസ് ബെറ്റർ സിംഗർ? രണ്ടും ഇല്ല, എന്നാലും പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ സമ്മാനങ്ങളൊക്കെ വാരിക്കോരിക്കൊണ്ടെന്ന് നിമ്മ തന്നെയായിരുന്നു. അപ്പൊ അത് തന്നെയാണല്ലോ. പക്ഷെ സുന്നയും പാടും കേട്ടോ, നല്ലതായിട്ട് പാടും. ബാത്റൂം സിംഗർ. ഇല്ല കേട്ടോ, നിങ്ങൾ സുന്നന്റെ ചാനൽ എടുത്തു ഉണ്ട്. സീരിയസ്ലി നിങ്ങൾ എടുത്ത് നോക്കുമ്പോ കാണും സുന്ന എത്ര നല്ല മനോഹരമായിട്ടാണ് കിളിനാഥം. നല്ല രസമുണ്ട് കേട്ടോ. അത് ഹൂ ഗോട്ട് ബെറ്റർ ഗ്രേഡ് ഇൻ സ്കൂൾ? അതന്നെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ എന്തായാലും സുന്നയായിരിക്കും. അടുത്തത് ഹൂസ് മോർ ഷോർട്ട് ടെമ്പേർഡ്? ഞാനായിരിക്കും. അപ്പൊ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും വീണ്ടും ഇതേപോലത്തെ നല്ല രസമുള്ള ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നത്. അടിച്ചു പൊട്ടിക്ക. അതെ അതെ, അടിച്ചു പൊട്ടിക്ക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ലാക് ചാറ്റ്. എന്താ പറയണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇത്രയും കണ്ടു തീർന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.